നമ്മൾ ഫ്ലഡ് വന്നപ്പോഴാണ് പലരും അറിഞ്ഞത് അതിനകത്തൊരു ജീവനുണ്ട് എന്നുള്ളത്. തിരിഞ്ഞ് ഞാൻ ചിലപ്പോൾ ഓട്ടം ഉണ്ടെങ്കിൽ ഞാൻ ഇറങ്ങാൻ തുടങ്ങുമ്പോൾ നീ എവിടെ പോവാ, ഉടനെ തന്നെ എന്നെ കാത്തു വെച്ച് രസനയും കലക്കി 2 പഴവും 2 പാർലേജി ബിസ്ക്കറ്റുമായിട്ട് നിൽക്കുന്ന ഒരച്ഛനുണ്ട് അവിടെ. അല്ല, അവള് ഡിവോഴ്സി ആയിക്കഴിഞ്ഞാൽ അവളോടെന്ന് പറയുന്നത്, അവളെ കാണുമ്പോൾ തന്നെ സമൂഹത്തിന് അവളോടുള്ള മെന്റാലിറ്റി പറയാം. കുറച്ച് കഴിഞ്ഞ് അടുക്കളയിൽ ചെന്ന് നോക്കുമ്പോൾ ആഹാരം കഴിച്ചിട്ട് ആ പാത്രത്തിന്റെ എച്ചിൽ കാണുമ്പോൾ നമുക്കറിയാം ഓർമ്മ നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരുപാട് ഇടങ്ങൾ ഇന്നും നമ്മുടെ ഈ നാടിന്റെ പലയിടങ്ങളിലും പൂട്ടിയിട്ടപ്പെട്ടിട്ടുള്ള ജീവിതങ്ങൾ. അപ്പൊ നീ ആവശ്യമുള്ളിടത്ത് മാത്രമേ കുത്താവൂ എന്ന് സുക്കരണ്ണൻ പറഞ്ഞിട്ട് പോലും നമ്മൾ അതല്ലാത്തൊരു ലോകത്തിലാണ്. ചേച്ചി, നമുക്ക് ഈ 70s-ലും 80s-ഉം പിടിച്ചിരുന്നിട്ടൊന്നും ഒരു കാര്യമില്ല. നമ്മളും ജെൻസിയൊക്കെ ആയാലേ പറ്റുമെന്നാ തോന്നുന്നു. അങ്ങനെ ഒന്ന് മാറിയാലോ? മാറിക്കോ, പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഇവിടെ നമ്മൾ മറന്നുപോകുന്ന ഒരു വിഭാഗം ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ വേദനിപ്പിക്കുന്ന ഒരു. തീർച്ചയായിട്ടും നമ്മൾ ആക്ച്വലി എൻ്റെ ചോറ്റുപാത്രം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് നമ്മൾ ആദ്യം തുടങ്ങുമ്പോൾ അതിനെക്കുറിച്ച് കൂടുതലല്ല, അങ്ങനെ ഒരു കോൺസെപ്റ്റ് നമ്മൾ തുടങ്ങുമ്പോൾ ഭക്ഷണം കഴിക്കാനില്ലാത്ത കുട്ടികൾക്ക് മീൻസ് ചിലവില്ലാത്ത, അങ്ങനെയാണ് നമ്മളത് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ അതിലിപ്പോൾ നമുക്ക് ഏറ്റവും വേദനിപ്പിക്കുന്ന എന്നാൽ ഏറ്റവും നമുക്ക് ചില സമയത്തൊക്കെ ധൈര്യപ്പെടുത്തുന്ന, ചില സമയത്ത് നമ്മളെ നൊമ്പരപ്പെടുത്തുന്ന കുറേ എന്ന് വെച്ചാൽ, ഇപ്പം നമുക്ക് 2.5 വയസ്സ് മുതൽ 87 വയസ്സ് വരെയുള്ളവർ നമ്മുടെ ചോറ്റുപാത്രത്തിൻ്റെ ഭാഗമാണ്. അതിൽ 55 വയസ്സ് കഴിഞ്ഞ 2-3 പേരും 65 കഴിഞ്ഞ 17 പേരും ചോറ്റുപാത്രത്തിൻ്റെ ഭാഗമാണ്. ഈ വീടുകളെല്ലാം നമ്മുടെ തിരുവനന്തപുരത്ത് ഞാൻ പോകുന്ന 30 കിലോമീറ്റർ ചുറ്റളവിൽ വെറും 17 വീടുകളെക്കുറിച്ച് മാത്രമാണ് ഞാൻ ഈ പറയുന്നത്. അവിടെ ഒറ്റപ്പെട്ട് കിടക്കുന്ന ആളുകളാണ്. ചില ഒരു വീട്ടിലൊരു അമ്മ മാത്രമേ ഉള്ളൂ. ഒരു പഴയ ഒരു SBIയുടെ മാനേജറായിട്ട് റിട്ടയർഡ് ആയ ഒരു സ്ത്രീയാണ്. ഒരു വീട്ടിൽ പ്രായമായിട്ടുള്ള അച്ഛനും അമ്മയും മാത്രമേ ഉള്ളൂ. ഒരു വീട്ടിലാണെങ്കിൽ അച്ഛൻ മാത്രമേ ഉള്ളൂ. നമ്മളിങ്ങനെ കാത്തിരിക്കും ഈ 11:30-12 മണിയാകുമ്പോൾ. അത് പല ദിവസവും ഞാനാണ് ചോറും കൊണ്ടുപോകുന്നത്. എനിക്ക് ബാക്കിയുള്ളിടത്തൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓഫീസുകളിൽ കൊടുക്കുന്നു, വീടുകളിൽ വന്ന് എടുത്തിട്ട് പോകുന്നു. പക്ഷേ ഇവിടങ്ങളിൽ പോകുമ്പോഴേ ഞാൻ എൻ്റെ അപ്പനെയും അമ്മയൊന്നും ഇപ്പം മിസ് ചെയ്യാറില്ല എന്ന് പറയുന്നത് സത്യമായ കാര്യമാണ്. ഞാൻ ഇവിടേക്ക് ഒന്ന് ചെല്ലുമ്പോൾ ഉള്ളൂരൊരു വീടുണ്ട്, എടുത്തു പറയേണ്ടതാണ്. അത് ഉള്ളൂർ ഞാൻ ആ വീട്ടിൽ പോകുമ്പോൾ പോളിയോ ബാധിച്ച ആ അമ്മയെ ഇന്നും സംരക്ഷിക്കുന്നത് അച്ഛനാണ്. അവിടെ നല്ല വെയിലായിട്ട് അങ്ങോട്ട് ചെന്ന് കയറുമ്പോൾ മോളാണോ വന്നത്, ആന്നും അപ്പായെന്ന് പറഞ്ഞാൽ ഞാനത് താഴെ പാത്രം വെച്ചിട്ട് ഒന്ന് എഴുന്നേൽക്കുമ്പോഴേക്കും തിരിഞ്ഞ് ഞാൻ ചിലപ്പോൾ ഓട്ടം ഉണ്ടെങ്കിൽ ഞാൻ ഇറങ്ങാൻ തുടങ്ങുമ്പോൾ നീ എവിടെ പോവാ, ഉടനെ തന്നെ എന്നെ കാത്തു വെച്ച് രസനയും കലക്കി 2 പഴവും 2 പാർലേജി ബിസ്ക്കറ്റുമായിട്ട് നിൽക്കുന്ന ഒരച്ഛനുണ്ട് അവിടെ. യഥാർത്ഥത്തിൽ നമ്മൾ എത്രയൊക്കെ ജെൻസി ആയാലും എത്രയൊക്കെ ആൽഫ ആയാലും ഈ ഒരു സ്നേഹം ഉണ്ടല്ലോ, അതെൻ്റെ ഗ്രാൻഡ് മദറിൻ്റെ കാലം, എൻ്റെ അമ്മുമ്മയുടെ അടുത്ത് നിന്ന് എനിക്ക് കിട്ടിയതാണ്. എൻ്റെ മക്കളത് അനുഭവിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അവർ പലപ്പോഴും ഞങ്ങളിവിടെ നാട്ടിലില്ലാതിരുന്നത് കൊണ്ട് ഉണ്ടായിട്ടില്ല. പിന്നെ ഞാൻ വയ്യാതിരുന്ന സമയത്തൊക്കെ എൻ്റെ വീട്ടുകാരിൽ നിന്ന്. പക്ഷേ എന്നിരുന്നാൽ പോലും ഇപ്പോഴും നമ്മൾ മിസ് ചെയ്യുന്ന, നമ്മൾ കാലഘട്ടം എത്രയൊക്കെ മാറിയാലും നമ്മൾ മിസ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. ഒരു തല നരച്ച ഈ പറയുന്ന ചുമയുടെ കാഠിന്യം കൂടിയ ഒരു ഒരു നൊമ്പരപ്പെടുത്തുന്ന ഏങ്ങലുകൾ വരുന്ന ചില ശബ്ദങ്ങൾ നമ്മുടെ വീടുകളിൽ മിസ് ചെയ്യുന്നതിൻ്റെ എല്ലാ ദൂഷ്യങ്ങളും ഇന്ന് നമ്മുടെ സമൂഹം ഒരിടത്ത് അനുഭവിക്കുന്നു. ഒരുപാടുണ്ട്. അത് ഇന്നത് കാണണമെന്ന് എൻ്റെ മകൾ എടുത്തിരിക്കുന്ന, എൻ്റെ മകൾ ഒരു ഡോക്ടറാണ്. അവളുടെ ഏറ്റവും വലിയൊരു സ്വപ്നം അവൾ എന്നോട് പറയുന്ന ഒരു കാര്യമുണ്ട്. നീ ഒരു 10-25 സെൻറ്റ് സ്ഥലം എവിടെയെങ്കിലും തിരുവനന്തപുരത്തിനടുത്ത് നീ ഉണ്ടാക്കി 25 സെൻറ്റ് സ്ഥലം അവൾ എനിക്ക് വേണ്ടി തരാമെന്നോ, എനിക്ക് അവൾ ഉണ്ടാക്കി തരുന്നതാണ്. 25 സെൻറ്റ് സ്ഥലവും ഒരു വീടും. എൻ്റെ പഠനം ഞാനൊന്ന് പൂർത്തിയാക്കി, ഞാനൊന്ന് പോയി വിദേശത്ത് ഞാൻ പോയിട്ട് ഒരു 5 വർഷം നിൽക്കും, ഞാൻ തിരിച്ചു വരും. ഐ ഷുഡ് സ്റ്റാർട്ട് എ ജെറിയാട്രിക് ഹോം ഹിയർ. അപ്പം ഞാൻ ചോദിച്ചു, കാശുണ്ടാക്കാനുള്ള വഴിയാണോ അപ്പൂപ്പൻ, അത് നാളെ നീ എന്നെ കൊണ്ടുവന്ന്. അപ്പം അല്ലമ്മ, ബട്ട് ദ വാല്യൂസ് വി ഗെറ്റ്സ് ഇറ്റ്സ് ഫ്രം ദെയർ. തീർച്ചയായിട്ടും അവളുടെ അപ്പൻ്റെ അമ്മയാണെങ്കിലും എൻ്റെ അമ്മയാണെങ്കിലും എൻ്റെ അമ്മൂമ്മയാണെങ്കിലും അവരൊക്കെയാണ് കണക്ഷൻ. നമ്മുടെ ഇന്നത്തെ സമൂഹത്തിൽ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും, എത്ര ജെൻസി കിഡ്സിനും എത്ര ആൽഫ കിഡ്സിനും ലഭിക്കാതെ പോകുന്ന ഒരു സ്നേഹവും ഒരു കരുതൽ
ആ കരുതൽ യഥാർത്ഥത്തിൽ ഇന്ന് കേരളത്തെ തന്നെ നിലനിർത്തുന്നത് ഈ എന്താ പറയുന്നത് ഈ ഒരു സീനിയേഴ്സിന്റെ കരുതൽ തന്നെയാണെന്ന് ഞാൻ എപ്പോഴും പറയും. ഇന്ന് ഏറ്റവും നമ്മളെ വേദനിപ്പിക്കുന്ന ഒരു വാർത്ത ഉണ്ടായിരുന്നു. റാന്നിയിൽ എൻ്റെ കുടുംബത്തിൻ്റെ കുറേ ഭാഗങ്ങൾ കുലകളെല്ലാം അവിടെ ഉള്ളതാണ്. ഏകദേശം 64,000 വീടുകളാണ് അത്രത്തോളം വീടുകൾ അവിടെ പൂട്ടിയിട്ടേക്കും. ആരുമില്ല, പോകുന്നവരാരും തിരിച്ചു വരാൻ തയ്യാറാകുന്നില്ല. പത്രത്തിൽ വന്നു ഭയങ്കര ഇതാണ്. പിന്നെ അവിടെ പോയി കഴിഞ്ഞാൽ ഇപ്പോഴും വലിയ വലിയ കെട്ടിടങ്ങൾ ഇങ്ങനെ കിടക്കുക. ഒരു ഫ്ലഡ് വന്നപ്പോഴാണ് പലരും അറിഞ്ഞത് അതിനകത്തൊരു ജീവനുണ്ട് എന്നുള്ളത്. അതിപ്പോൾ പറയുമ്പോൾ കാരണം ഞാനും അതിനോട് ആക്റ്റീവായിട്ട് നിന്നതുകൊണ്ട് എനിക്കറിയാം. അതിനേക്കാളൊക്കെ നൊമ്പരപ്പെടുത്തുന്ന ഞാൻ ഈ ഫുഡ് കൊടുക്കാൻ പോകുന്നിടത്ത് ഞാൻ പറഞ്ഞില്ലേ SBIയിൽ ആ അമ്മയ്ക്ക് ഓർമ്മയില്ല. ആഹാരം വെച്ച് കൊടുത്തിട്ട് നമ്മൾ തിരിച്ച് വരുമ്പോഴേക്കും കുറേ കഴിയുമ്പോൾ ഒരു കോള് വരും. അതായത് ഇവർക്ക് ആഹാരം പറഞ്ഞേക്കുന്ന വേറൊരു ചേട്ടനാണ്. ഫുഡ് എന്താ കൊടുക്കാത്തേ? ഞാൻ പറഞ്ഞു ഞാൻ കൊണ്ടേ ഫുഡ് കൊടുത്തിട്ടാണല്ലോ വന്നേ. ഇല്ല ഇന്ന് കൊടുത്തില്ല. ഈ അമ്മ അവിടെ കിടന്ന് ഭയങ്കര ആക്രോശത്തിൽ പറയും എനിക്കിന്ന് ആഹാരം തന്നില്ല. ഒന്ന് ആലോചിക്കണം. വെള്ളയമ്പലത്ത് വന്ന് ഞാൻ തിരിച്ച് വണ്ടി എടുത്തുകൊണ്ട് ഉള്ളൂർ ഗാർഡൻസ് വരെ പോകും. അവിടെ ചെന്നിട്ട് ഞാൻ അമ്മയ്ക്ക് കുറച്ച് മുമ്പ് ഞാനല്ലേ കൊണ്ടുവന്ന് തന്നത്. മക്കളുള്ള അമ്മമാരാണ് കേട്ടോ. അപ്പോഴേക്കുമാണ് പറയുന്നത്. കുറച്ച് കഴിഞ്ഞ് അടുക്കളയിൽ ചെന്ന് നോക്കുമ്പോൾ ആഹാരം കഴിച്ചിട്ട് ആ പാത്രത്തിന്റെ എച്ചിൽ കാണുമ്പോൾ നമുക്കറിയാം ഓർമ്മ നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരുപാട് ഇടങ്ങൾ ഇന്നും നമ്മുടെ ഈ നാടിൻ്റെ പലയിടങ്ങളിലും പൂട്ടിയിട്ടപ്പെട്ടിട്ടുള്ള ജീവിതങ്ങളാണ്. അവരൊക്കെ ഒരു കാലഘട്ടത്ത് നമുക്ക് നന്മ പറഞ്ഞു തന്നിട്ടുള്ളവരാ, നമുക്കൊക്കെ വേണ്ടി ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുള്ളവരാ. ആ കുടുംബങ്ങളുടെ സ്നേഹം ഇന്ന് പലരും മനസ്സിലാക്കാതെ പോകുന്നു എന്നുള്ള സത്യം. എനിക്ക് എപ്പോഴും പറഞ്ഞില്ല 27ഓളം. ഇനി ഇവിടെ തന്നെ ഞാൻ വേറൊരു കാര്യം പറയാം. ഇതിൽ 13 ഗർഭിണികൾക്ക് ഞാൻ ഭക്ഷണം കൊടുക്കുന്നുണ്ട്. ഈ 13 ഗർഭിണികൾ എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരിടത്ത് ഇവര് ജോലി സംബന്ധമായിട്ട് ഇവിടെ വന്ന് നിൽക്കുന്ന കുട്ടികളാണ് പലരും. അല്ലാതെ ഒറ്റയ്ക്ക് വന്ന് വരും. ഇവര് ഈ ഒരു അവസ്ഥ ഞാനൊക്കെ എൻ്റെ ഗർഭാവസ്ഥ കാലത്ത് എൻ്റെ വീട്ടുകാർ എനിക്ക് തന്ന ഒരു സ്നേഹവും പരിചരണവും ഒക്കെ ഉണ്ട്. ഒരാളുടെ സമയത്ത് ഇല്ലായിരുന്നു. എന്നാൽ പോലും അത് കിട്ടിയ പരിചരണം പോലും നിഷേധിക്കപ്പെടുന്ന ഒരു യുവത്വത്തിന്റെ കാലഘട്ടത്തിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഇവര് നിഷേധിക്കുവാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ ജീവിക്കാൻ ഇവർ നിഷേധിക്കുകയാണ്. അവരല്ലാതെ ഒരിക്കലും വേണ്ട. ആ അമ്മമാര് വരാഞ്ഞിട്ടുമല്ല, ചിലത് കാണുമായിരിക്കാം. പക്ഷേ ഇന്നത്തെ തലമുറയ്ക്ക് നമ്മൾ ഈ പറയുന്നത് പോലെ കെയറിങ് എന്ന് പറയുന്നതിനൊക്കെ കാശ് കൊടുത്താൽ കിട്ടുന്നതാണെങ്കിൽ എന്തിനാ വീട്ടുകാരെ ബുദ്ധിമുട്ടിപ്പിക്കുന്നത്? അവരുടെ ചോദ്യം അത്രയേ ഉള്ളൂ. അപ്പം ഞാനിത് പറഞ്ഞതുപോലെ അവർ പറയുന്നത് കാശ് കൊടുത്താൽ കിട്ടുന്നതാണെങ്കിൽ എന്തിനു വീട്? ഈ ബുദ്ധിമുട്ടുകളല്ല ഇതെല്ലാം ഒരു സ്നേഹമാണ് എന്ന് തിരിച്ചറിയിക്കാൻ നമ്മൾ കുറച്ചുകൂടി കൂടുതൽ മെനക്കെടേണ്ടതായിട്ട് വരുന്നു എന്നുള്ളത് ഒരു സത്യസന്ധമായിട്ടുള്ള കാര്യമാണത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പലയിടങ്ങളിലും ഇപ്പം അറിയാമല്ലോ, എന്താ പറയുക, ഏറ്റവും കൂടുതൽ ഇപ്പോൾ വിവാഹം ആലോചനകൾ വരുന്നത് ആർക്കാ? ഇപ്പൊ എനിക്ക് തോന്നുന്നു ഒരു 50s ഒക്കെ കഴിഞ്ഞ ആൾക്കാരാണ് കുറച്ചും കൂടി നല്ല എന്താ പറയാ ആക്റ്റീവായിട്ട് കല്യാണത്തെ കുറിച്ചൊക്കെ ചിന്തിച്ചു. മറ്റേതൊരു സ്ത്രീക്ക് ഇപ്പൊ ആദ്യമേ ചോദിച്ചില്ല, സ്ത്രീയും സമൂഹവും. പണ്ടൊരു സ്ത്രീക്ക് അവളൊരു വിധവയായി കഴിഞ്ഞാൽ അവളെ എങ്ങനെയാ കൺസിഡർ ചെയ്യണത്? തീർച്ചയായിട്ടും അവര് വീട്ടിൽ ഒതുങ്ങിക്കൂടി. ഒരു ഡിവോഴ്സ് ആയി കഴിഞ്ഞാൽ അവളോടുള്ള നിലപാട് എന്താ? അത് വളരെ സ്ത്രീ ഡിവോഴ്സ് ആകാൻ പാടില്ല. പുരുഷന്മാർക്ക് ഡിവോഴ്സ് ആയി കഴിഞ്ഞാൽ അവനോട് ചോദിക്കും, എടാ നിനക്ക് പെണ്ണ് കെട്ടണ്ടേ, അടുത്ത പെണ്ണ് നോക്കിക്കൂടെ, നീ എങ്ങനെ എത്ര നാൾ ഒറ്റയ്ക്ക് ജീവിക്കുന്നു? ഒരു സ്ത്രീ ഡിവോഴ്സി ആയാൽ വളരെ കുറവാണ്. അല്ല, അവള് ഡിവോഴ്സി ആയിക്കഴിഞ്ഞാൽ അവളോടെന്ന് പറയുന്നത് അവളെ കാണുമ്പോ തന്നെ സമൂഹത്തിന് അവളോടുള്ള മെന്റാലിറ്റി വരെയാ അവളുടെ കുഴപ്പം കൊണ്ടാണ്. അവൻ പാവമാ, അവളുടെ കുഴപ്പമോ, അവൾ പിന്നെ ഇല്ലാത്ത പേരുകളല്ല ഇടും. അപ്പോൾ അങ്ങനെ ഉണ്ടായിരുന്ന സ്ത്രീ ഡിവോഴ്സ്ഡ് ആയ സ്ത്രീകൾക്ക് പോലും ഇന്ന് വിവാഹാലോചനകൾ. പക്ഷെ വേറൊരു കാര്യമുണ്ട് കേട്ടോ ചേച്ചി. ഇപ്പൊ കുട്ടികളാണ് കൂടുതൽ, അതായത് അവരുടെ മക്കള് തന്നെയാണ് ഇതിന് മുൻകൈ എടുത്ത്. അതൊരു പ്രശംസിക്കാവുന്ന ഒരു കാര്യമാണ്. പ്രശംസിക്കാവുന്ന അതിനും രണ്ടുണ്ട്. ഈ പറഞ്ഞ അമ്മയെ തല്ലിയ രണ്ടുണ്ട് കാര്യം എന്ന് പറയുന്നില്ല. ചെല്ലു പറയുന്നറിയോ, ബാധ്യത ഏറ്റെടുക്കാൻ വയ്യാത്തോണ്ടാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഇഷ്ടത്തിന് പോകാൻ വേണ്ടി കുട്ടികള്. കാരണം ഈ അമ്മമാരുടെ ആ ഒരു ഒറ്റപ്പെടല് കാണുന്നത് അത് വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്. ഇന്ന് ബീയിങ് വിത്ത് ദം എന്ന് പറയുന്ന ഒരു കുറച്ചുകൂടി ഉണ്ട്. അത് പക്ഷെ 90s കിഡ്സിനെ ഉള്ളു. തീർച്ചയായിട്ടും ഉള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ 90s കിഡ്സിന് ഉണ്ടാകുന്ന ഒരു
കാരണം അവർ കുറച്ചുകൂടി എന്താ പറയുന്നത്, പാഷനേറ്റ് ആണ്. മറ്റുള്ളവരല്ല എന്നുള്ളതല്ല, മറ്റുള്ളവരുടെ ലോകത്തിലേക്ക് വരുമ്പോൾ ഇപ്പോൾ എൻ്റെ ഏറ്റവും അടുത്ത ഒരു സുഹൃത്തിൻ്റെ അനുജത്തിയുടെ ഹസ്ബൻഡ് മരിച്ചു. എത്രയാണ് 10ഉം 6ഉം വയസ്സുള്ള 2 കുട്ടികളാണ്. അവൻ പറയുന്ന ഒരു കാര്യമാണ് ഞാൻ ഓർത്തത്. ആ കുട്ടികൾ അപ്പൻ മരിച്ചതിൽ ആ കുട്ടികൾ ഭയങ്കര ബോധേഡല്ല. ആ കുട്ടികൾക്ക് മാറ്റമൊന്നുമില്ല. അവരെന്നും സ്കൂൾ വിട്ട് വന്നിട്ട് അവർ തിരിച്ച് മൊബൈലിലോട്ടും ഗാഡ്ജറ്റുകളുടെയും പിന്നിൽ തന്നെയാണ് എന്നുള്ളതാണ്. സോ അപ്പോൾ അവനും ഞാനും ഒക്കെ പേടിക്കുന്നത് അവരുടെ ഭാവിയെക്കുറിച്ചാണ്. ആ ഭാവി ഉണ്ടാകുന്നത് നമ്മൾ ഈ പറയുന്ന 90 വരെയുള്ള കുഞ്ഞുങ്ങളുടെ കാലഘട്ടത്തിലാണ്. അപ്പോൾ ഈ പറയുന്ന സമൂഹം കാലഘട്ടത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ നഷ്ടപ്പെടുന്ന ഒന്നുണ്ട്. ഈ എന്താ പറയുക, ആരെങ്കിലും ഒന്ന് സുഹൃത്തുക്കൾ തന്നെ പ്രശ്നം ഉണ്ടാക്കിയാലോ വഴക്കുണ്ടാക്കിയാലോ നമുക്കൊന്ന് ചെന്ന് നമ്മുടെ വീട്ടിൽ ചെന്നോ അല്ലെങ്കിൽ നമുക്ക് ഒത്തിരി പ്രിയപ്പെട്ടവരോട് പറയാൻ പറ്റുന്ന സ്വാതന്ത്ര്യം ഇന്ന് നഷ്ടപ്പെടും. അതുകൊണ്ടാണ് ഇടങ്ങൾക്കൊക്കെ ഒരു ഭയങ്കര ഒരു ഇത് വരുന്നത്. എൻ്റെ ഭയങ്കര എല്ലാവരും എന്നോട് ചോദിക്കും ഐഫ്രൂട്ടൊക്കെ കച്ചവടം ചെയ്യുന്നുണ്ട്. ഐഫ്രൂട്ടിൽ എന്താ ഈ ഐഫ്രൂട്ട് കുറച്ചുകൂടി ഒന്ന് നന്നായിട്ട് നിങ്ങൾ മാർക്കറ്റ് ചെയ്ത് ആളുകൾ ഇഷ്ടം പോലെ കയറി വരട്ടെ. എൻ്റെ ഐഫ്രൂട്ട് ഇരിക്കുന്നിടത്ത് ഞാൻ പറയുന്നത് അങ്ങനെയല്ല. എന്നെ കാണാൻ ഒരുപാട് പേര് വരുന്നത്. നിങ്ങൾ ഐഫ്രൂട്ടിലേക്ക് വരാം, നിങ്ങൾ അവിടെ വന്നൊരു കട്ടൻ കാപ്പി മാത്രം മേടിച്ച് കുടിച്ചാൽ മതി. ഇനി അഥവാ അത് മേടിച്ചില്ലെങ്കിലും എൻ്റെ കടയിലുള്ള വിവേക് നിങ്ങളോടൊന്നും ചോദിക്കത്തില്ല. കാരണം ഇന്ന് നമുക്ക് ചെന്നിരിക്കാൻ ഇടങ്ങളില്ല. നിങ്ങളുടെ കഥകൾ പറയാം എന്ന് പറഞ്ഞപ്പോ എന്നോട് പറഞ്ഞ ചിലർ കുറേ പേര് എന്നോട് വിളിച്ചു പറഞ്ഞു, ചേച്ചി ഞങ്ങൾക്ക് കഥകളുണ്ട് പക്ഷെ ഞങ്ങൾക്ക് പറയാൻ അറിയില്ല. കുറെ പേരുടെ പ്രശ്നം അതാണ്. ഞങ്ങൾക്ക് പറയണമെന്നുണ്ട്, നിങ്ങൾ എങ്ങനെ കരുതുമെന്നറിയില്ല. അപ്പൊ ഞാനിപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഒരു പോഡ്കാസ്റ്റ്, ഒരു ഇന്റർവ്യൂ അല്ല, അവരുടെ കഥകൾ കേൾക്കാൻ, അവരുടെ കഥകൾ പറയാൻ. എല്ലാ കഥകൾക്കുള്ളിലും ഒരു ജീവിതമുണ്ട്, അനുഭവമുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അതെങ്കിലും കേട്ടിട്ട് ഇപ്പൊ എനിക്കിപ്പോൾ വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾക്ക് അവരെത്രത്തോളം അത് കേൾക്കുമെന്ന് അറിയത്തില്ല. പക്ഷെ എന്നിരുന്നാൽ പോലും എവിടെയെങ്കിലുമൊക്കെ അവരൊന്നിങ്ങനെ അവരുടെ ഗാഡ്ജറ്റുകൾ ഇങ്ങനെ തോണ്ടി പോകുന്ന സമയത്ത് എവിടെയോ ചിലപ്പോൾ അവർ കാണുന്ന ഒരു മുഖങ്ങൾ അവരോട് ചില കഥകൾ പറയുമ്പോൾ ആ കഥകളിൽ എൻ്റെ ഗ്രാൻഡ് പാരൻസ് ജീവിച്ചിരുന്ന ഒരു ലോകത്തെക്കുറിച്ച് അവരറിയുമ്പോൾ അവരിലുള്ള നന്മകളെ അവരിൽ എത്തട്ടെ എന്ന് വിചാരിച്ചിട്ടും ഞാൻ ഇന്ന് പറഞ്ഞു ഞാനൊരു പോഡ്കാസ്റ്റ് സീരീസ് തുടങ്ങാം. അത് വേറൊന്നും പറയാനില്ല. ഇപ്പോൾ വലിയ വലിയ ആളുകളുടെ കഥകളൊക്കെ കേൾക്കാം. ഞാൻ എപ്പോഴും പറയുന്നല്ലേ, തീർച്ചയായിട്ടും അതൊരു നല്ല കാര്യമായിരിക്കും. ഇപ്പോൾ എന്നോട് ആരെങ്കിലും എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും, എന്നോട് ആരാ, അപ്പോൾ ഞാൻ പറയും ഷാലിൻ അലി സെബി. എനിക്കൊന്ന് എന്താ ചെയ്യുന്നത്, ഞാൻ ഗൂഗിൾ എടുത്ത് നോക്കുക. കാരണം ഗൂഗിളിൽ എന്നെ പറ്റിയുണ്ട്. സ്കൂൾ പാഠപുസ്തകത്തിൽ വന്നതിന് ശേഷം ഗൂഗിളിൽ എന്നെ പറ്റിയുണ്ട്. എന്നെ കാണുമ്പോൾ പക്ഷേ എന്നേക്കാൾ ജീവിത അനുഭവമുള്ള ഒരുപാട് സ്ത്രീയും പുരുഷനും ഉണ്ട്. ഒരുപാട് പേരുണ്ട്. ഞാൻ സ്ത്രീ മാത്രമല്ല പറയുന്നത്, ഒരുപാട് കഥകളുണ്ട്. ഈ കഥകൾ ജീവിതത്തിൽ നാളെയുള്ളവർക്ക് ചരിത്രമാകാൻ മാത്രമല്ല പാഠമാകണമെങ്കിൽ ഞാൻ പറയണമല്ല, ആരെങ്കിലും ഒരാൾ പറയണം. അപ്പം ഞാൻ വിചാരിച്ചപ്പോൾ ഞാനിങ്ങനെ വിചാരിച്ചു ആരോട് ഇത് പറയും. അപ്പോൾ ഒത്തിരി പ്രിയപ്പെട്ട എൻ്റെ ഒരു കൊച്ചനെ ഞാൻ അമലിനോട് ഞാൻ വിളിച്ചോണ്ടാ ഇങ്ങനൊരു കാര്യമുണ്ട്, എനിക്കൊരു നല്ലൊരു മൈക്ക് വേണം, എൻ്റെ കയ്യിലുള്ള മൈക്ക് പോരാ. അവനോട് തിരിച്ചു പറഞ്ഞ അവരോട് എന്തിനാണ്, ഞാൻ പറഞ്ഞ ഇങ്ങനെ കാര്യം ഞങ്ങളുടെ സ്റ്റുഡിയോയിൽ നീ വന്ന് ചെയ്തോ. സോ ഇടങ്ങളില്ലാത്തതും ഇന്നത്തെ സ്ത്രീയെയും സമൂഹത്തെയും എന്താ പറയുക, ഒരു കൃത്യമായ ഇടങ്ങളില്ലാത്തത് ഇന്ന് മനുഷ്യനിവിടെ ഒറ്റപ്പെടുന്നതിന് കാരണമായിട്ടുണ്ട്. ഈ പറയുന്ന സോഷ്യൽ മീഡിയ പോലും കൃത്യമായ എന്താ പറയുക സെർച്ചിങ്ങിൽ, നമ്മൾ ഈ സെർച്ച് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, ഈ മേളിൽ ടൈപ്പ് ചെയ്തിട്ട് നമ്മൾ ആ സെർച്ചിൻ്റെ പിന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. ഒരു റൗണ്ടും ഒരൊറ്റ പിന്ന. ഞാൻ എപ്പോഴും പറയുന്നത് ഈ സെർച്ചിൻ്റെ പിന്നെ ഈ മൊബൈലിനകത്തുള്ള സിം കാർഡ് കുത്തി ഊരുന്ന പിന്നിനെ പോലുള്ളതാണ്. ആ പിന്നെ വേറൊന്നിനും ഉപയോഗിക്കാൻ പറ്റില്ല. സാധാ പിൻ ഉപയോഗിച്ച് നമ്മൾ സിം കാർഡ് ഊരാമെങ്കിൽ പോലും അതിനു വേണ്ടി ഓരോന്നും അതിനു വേണ്ടി മാത്രമല്ല, അതുപോലുള്ളൊരു പിന്നോടുള്ള ഓർമ്മയിലാണ് സെർച്ച് ബട്ടൺ ഇങ്ങനെ കാണിക്കുന്നത് നമ്മളെ. അപ്പം നീ ആവശ്യമുള്ളിടത്ത് മാത്രമേ കുത്താവൂ എന്ന് സുക്കരണ്ണൻ പറഞ്ഞിട്ട് പോലും നമ്മൾ അതല്ലാത്തൊരു ലോകത്തിലായിരിക്കുന്നു. സോ എത്രയൊക്കെ കാലങ്ങൾ മാറിയാലും കുടുംബം എന്ന് പറയുന്നതും ബന്ധങ്ങൾ എന്ന് പറയുന്നതും അവിടെ എന്താ പറയുന്നത് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നതും ഇതെല്ലാം സമൂഹം എന്ന് പറയുന്ന ആ ഒരു ചുറ്റുപാടുകളെ റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയാൽ എനിക്ക് തോന്നുന്നു നമ്മളിപ്പോൾ കാണുന്ന ഒരുപാട് ഇഷ്യൂസിനെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരു
ചേർത്ത് പിടിക്കലുണ്ടാവും. സമൂഹത്തെ പേടിച്ചാണ് എല്ലാവരും ജീവിക്കുന്നത്. അല്ല, ആ പേടി, ഇറ്റ്സ് നോട്ട് എ വേർഡ് ഓഫ് പേടി. അങ്ങനെയാണല്ലോ റെസ്പെക്ട്. ഇപ്പോഴും പല സ്ത്രീകളും അയ്യോ അവരെന്ത് പറയും, ഇവരെന്ത് പറയും, എനിക്ക് അങ്ങനെ ചെയ്യാമോ, ഞാൻ അങ്ങനെ ചെയ്താൽ ഇനി അവരെന്ത്. ഇല്ല റോഷിനി, നമ്മൾ ഇത്ര നേരം ചർച്ച ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ എനിക്ക് തോന്നുന്നു സ്ത്രീകൾ മാറേണ്ടതായിട്ടുണ്ട് അങ്ങനെ ചിന്തിക്കുന്നവർ. അത് ഞാൻ ചോദിക്കാൻ വന്നത്, അങ്ങനെയുള്ളവരോട് എന്താണ് പറയാനുള്ളത്? അങ്ങനെയുള്ളവരോട് പറയാനുള്ളത്, ഞാൻ ഒരു ബോട്ടിൽ ഒരു വിഷവും നല്ല ഭംഗിയുള്ള പാൽ 2 ഗ്ലാസ് പാൽ കൊണ്ടുവന്ന് വെച്ചിട്ട് ഒന്നിൽ വിഷം ഒഴിച്ചിട്ടുണ്ടെന്ന് നമ്മളോട് പറയുക. എന്നിട്ട് നമ്മൾ പറയുന്നുണ്ട് പേടിപ്പിക്കാൻ ഞാനത് കുടിക്കൂ എന്ന് പറഞ്ഞിരിക്കുന്നവരോട് എന്നാൽ കുടിച്ചോളാൻ പറയാനേ നിവൃത്തിയുള്ളൂ. അതല്ല, അതിൽ വിഷമുണ്ടെന്നുള്ളൊരു തിരിച്ചറിവുണ്ടായിട്ട് ഇപ്പുറത്തെ പാലെടുത്ത് കുടിക്കുന്നവൻ ഇറ്റ്സ് നത്തിങ്. കാരണം നമ്മൾ ഇവരോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഇവർക്ക് എല്ലാവർക്കും അറിയാം, എല്ലാവർക്കും എല്ലാം അറിയാം. ഇത് നമ്മളെ കേൾക്കുന്നവർക്ക് എല്ലാവർക്കും ഇതെല്ലാം അറിയാം. പക്ഷെ എന്നിരുന്നാൽ പോലും ഉള്ളിൻ്റെ ഉള്ളിൽ വി ഷുഡ് ഗീവ് ദം എ തോട്ട്. എന്തിനാണെന്നറിയാം? ജസ്റ്റ് ടു തിങ്ക്. ആ ഒരു ചിന്തയ്ക്കുള്ള ഇടമായി മാറട്ടെ നമ്മുടെ ഈ വാക്കുകളെന്ന് എനിക്ക് തോന്നുന്നു. ജീവിതം ഒന്നേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ നമ്മൾ ഏറ്റവും മനോഹരമായിട്ട് ജീവിച്ച് തീർക്കുക എന്നുള്ള നമ്മുടെ സ്വപ്നങ്ങൾ, അല്ലെങ്കിൽ പലർക്കും പല രീതിയിലുള്ള കഴിവുകളൊക്കെ ഉള്ള സ്ത്രീകൾ ഒരുപാട് പേരുണ്ട്. പലരും അതിപ്പോഴും പുറത്തേക്ക് കൊണ്ടുവരാത്ത സ്ത്രീകൾ ഒത്തിരി പേരുണ്ട്. അപ്പം നമുക്ക് ഈ ഒരു ലൈഫ് എന്ന് പറയുന്നത് വൺ ടൈം അല്ലേ അച്ചീവ്മെൻ്റ് ആണ്. നമുക്കപ്പോൾ ഇന്നൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് അതിനകത്തില്ല. അപ്പം നല്ലതിനെ മാത്രം എടുക്കുക, ബാക്കി അങ്ങോട്ട് മാറ്റി വെക്കുക, നന്നായിട്ട് ജീവിക്കുക, എപ്പോഴും ചിരിക്കുക. ഞാൻ എപ്പോഴും ശാലിനി ചേച്ചിയെ കാണാൻ പോയ എപ്പോഴും ചിരിച്ചിട്ടാണ് ഞാൻ കാണാറുള്ളത്. അല്ല, അത് ദ വൺ തിങ്, കരഞ്ഞാല് കുറെ പേര് കേൾക്കാനുണ്ടാവും. പക്ഷെ കരയേണ്ട സമയത്ത് കരയണം കേട്ടോ. അതിപ്പം ആരോടാണെങ്കിലും കരയണം. ഞാനും കരയാറുണ്ട്, കാണില്ല. അല്ല, കണ്ടു കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. നമ്മുടെ കരച്ചിലുകള് ഒരാൾ കണ്ടു എന്ന് പറഞ്ഞിട്ട് തെറ്റൊന്നുമില്ല. കാരണം കരയാനായിട്ടുള്ളതാണ്. 2, നമ്മൾ ഈ പറഞ്ഞതുപോലെ ഒറ്റ ജീവിതമേ ഉള്ളൂ. ആ ജീവിതം തിരഞ്ഞെടുക്കുന്നത് എങ്ങനെയാണ്? കരഞ്ഞുകൊണ്ടും ജീവിക്കാം, ചിരിച്ചുകൊണ്ടും ജീവിക്കാം. പക്ഷേ പ്രശ്നങ്ങൾ ഉണ്ടാകും, പ്രതിസന്ധികൾ ഉണ്ടാകും. ജീവിതം ഒരിക്കലും ഒരു നാടകമായി മാറാതെ ജീവിതമായി മാറുമ്പോഴാണ് ജീവിതം ഏറ്റവും മധുരമുള്ളതായി മാറുന്നത്. ആ മധുരതരമായ ജീവിതമായിരിക്കണം എന്നെ കേൾക്കുന്നവർക്കും നമ്മളെ കേൾക്കുന്നവർക്കും എല്ലാവർക്കും ഉണ്ടാകേണ്ടത്. ആ ജീവിതം മധുരമാകുമ്പോൾ നമ്മൾ ആ മധുരം മറ്റുള്ളവർക്ക് വിളമ്പുമ്പോൾ നമ്മൾ ഉൾപ്പെടുന്ന സമൂഹവും നല്ല മധുരമുള്ളതായിട്ട് മാറും. നമ്മൾ ആഗ്രഹിക്കുന്ന എന്താണ്? എല്ലാ സ്ത്രീകളും നല്ല രീതിയിൽ അവരവരുടെ കഴിവുകൾ അനുസരിച്ച് മുന്നോട്ട് വരട്ടെ, നല്ല സന്തോഷമായിട്ട് ഈ ഒരു ജീവിതം അവർ ആഘോഷിക്കട്ടെ എന്നുള്ളതാണ് ഞങ്ങളുടെ 2 പേരുടെ ആഗ്രഹം. ഇൻ ബിറ്റ്വീൻ ദാറ്റ് ഐ എം ടെല്ലിങ് വൺ തിങ്, ഈവൻ എനിവൺ, സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും എല്ലാ സന്തോഷങ്ങളും എല്ലാം വേണം. They should be financially independent in their own way. That's the main one thing is needed. ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ് ഏതൊരു സ്ത്രീയുടെയും സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് അറിയണം എന്നുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ പറയുക. നമ്മൾ അതിനെക്കുറിച്ചും എപ്പിസോഡുകൾ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാ പ്രേക്ഷകർക്കും നന്ദി.